പ്രസിദ്ധമായ ആയില്യം മഹോത്സവത്തിന് വെട്ടിക്കോട് ആദിമൂലം നാഗരാജ സ്വാമി ക്ഷേത്രം ഒരുങ്ങി. വ്യാഴാഴ്ചയാണ് വെട്ടിക്കോട് ആയില്യം. കന്നിമാസത്തിലെ പ്രസിദ്ധമായ ആയില്യം മഹോത്സവത്തിനായി വെട്ടിക്കോട് ആദിമൂലം നാഗരാജസ്വാമി ക്ഷേത്രം ഒരുങ്ങി. വ്യാഴാഴ്ചയാണ് വെട്ടിക്കോട്ട് ആയില്യം നടക്കുന്നത്. ഈ വർഷം കന്നിമാസത്തിൽ 2 ആയില്യം ഉള്ളതിനാൽ ആദ്യം ആയില്യം മുതൽ രണ്ടാമത്തെ ആയില്യമായ ഒക്ടോബർ 16 വരെ ഉത്സവമായിരുന്നു. ആയില്യ മഹോത്സവത്തിന്റെ 28ാം ദിവസമാണ് പ്രസിദ്ധമായ വെട്ടിക്കോട്ട് ആയില്യം നടക്കുന്നത്. ഓം ശ്രീ നാഗരാജസ്വാമി ശരണം. വെട്ടിക്കോട് ആയില്യ മഹോത്സവം ഉത്സവങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഏതാണ്ട് 29 ദിവസത്തെ ഉത്സവമായിരുന്നു. അതിപ്രധാനപ്പെട്ട ദിവസങ്ങളാണ് പുണർതം, പൂയം, ആയില്യം എന്ന് പറയുന്നത്. പൂയം നാളിൽ നാഗരാജസ്വാമിയുടെ ദീപാരാധനയാണ് അതിപ്രധാനം. വൈകിട്ട് ഏതാണ്ട് 6 മണിക്ക് ശേഷമായിരിക്കും ദീപാരാധന നടക്കുക. ഈ ദീപാരാധന കന്നി തുലാ മാസങ്ങളിലെ പൂയം നാളിൽ മാത്രമേ ഈ ക്ഷേത്രത്തിൽ ദീപാരാധനയുള്ളൂ. മറ്റു ക്ഷേത്രങ്ങളിലെ കൂട്ട് എല്ലാ ദിവസവും ദീപാരാധനയില്ല. അപ്പം ആ ദീപാരാധന ദർശിക്കുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നാഗരാജസ്വാമി നൽകും. അതുപോലെ തന്നെയാണ് അടുത്ത ദിവസം ആയില്യം. ആയില്യമാണ് അനന്തൻ സ്വാമിയുടെ, അതായത് അഷ്ടനാഗങ്ങളിൽ ജ്യേഷ്ഠനും ശ്രേഷ്ഠനുമായ അനന്തസ്വാമിയുടെ തിരുനാളാണ് കന്നിമാസത്തിലെ ആയില്യം. കന്നിമാസത്തിലെ ആയില്യ ദിവസം നാഗരാജസ്വാമിയുടെ എഴുന്നള്ളത്താണ് അതിവിശേഷം. ഏതാണ്ട് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി നാഗരാജസ്വാമിയെ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിന് പുറത്തെത്തി പുള്ളുവ സ്തുതികളോടും പഞ്ചവാദ്യം, നാദസ്വരം, ചെണ്ടമേളം തുടങ്ങിയ വാദ്യഘോഷങ്ങളോടുകൂടി മൂലസ്ഥാനമായ നിലവറയിലേക്ക് എഴുന്നള്ളിക്കുകയും നിലവറയിലെത്തിച്ചേർന്ന് അവിടെ വിശേഷാദി പൂജാദി കർമ്മങ്ങളൊക്കെ നടത്തി നാഗരാജസ്വാമിയെ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുകയും ക്ഷേത്രത്തിലെത്തി വിവിധ വാദ്യങ്ങളുടെ അകമ്പടികളോടുകൂടി ക്ഷേത്രത്തിന് 5 പ്രദക്ഷിണം പൂർത്തിയാക്കി ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുകയും അതിനുശേഷം അതിപ്രധാനമായ ചടങ്ങായ സർപ്പബലിയാണ്. എഴുന്നള്ളിച്ച് അകത്തെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ഷേത്രത്തിൽ അത്താഴപൂജ നടത്തുന്നു. കന്നി തുലാമാസങ്ങളിലെ ആയില്യം നാളിൽ മാത്രമേ നാഗരാജസ്വാമിക്ക് അത്താഴപൂജയും നടത്താറുള്ളൂ. ഈ 2 ദിവസവും നാഗരാജസ്വാമിക്ക് അത്താഴപൂജയുള്ളൂ. വർഷത്തിൽ 2 ദിവസം മാത്രം. ഈ ദിവസത്തെ പൂജയ്ക്ക് ശേഷമാണ്, അത്താഴപൂജയ്ക്ക് ശേഷം അതിപ്രധാനമായ ചടങ്ങ് സർപ്പബലിയാണ്. ആ സർപ്പബലി നടക്കും. ഏതാണ്ട് 10 മണിയോടുകൂടി ക്ഷേത്രം അടയ്ക്കുകയും ചെയ്യും. പിറ്റേ ദിവസം മകന്നാളിലെ ഇളനീരഭിഷേകം. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ കൊണ്ടുവരുന്ന ഇളനീര് മുഴുവൻ വെട്ടി അതിലെ ജലം അഭിഷേകം ചെയ്ത് ശുദ്ധി വരുത്തി ശുദ്ധിക്രിയകളൊക്കെ നടത്തിയതിന് ശേഷം മാത്രമേ പിറ്റേ ദിവസം പൂജയുള്ളൂ. അതോടുകൂടി ക്ഷേത്ര ചടങ്ങുകൾ തീരുകയും ഉത്സവം അവസാനിച്ചതായി അറിയിക്കുകയും ചെയ്യും. ഇതാണ് കന്നിമാസത്തിലെ ആയില്യ മഹോത്സവത്തിന്റെ ചടങ്ങ്. ഇതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. എല്ലാവിധ സർക്കാർ സഹായങ്ങളുമുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും പോലീസ് സേന, ആരോഗ്യവകുപ്പ്, മറ്റ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ക്ഷേത്രത്തിലെ ഈ ഉത്സവത്തിനോട് സഹകരിക്കുന്നുണ്ട്. എല്ലാവരുടെയും വിവിധ രീതിയിലുള്ള സഹകരണം നമുക്ക് കിട്ടുന്നുണ്ട്. അതെല്ലാം പൂർത്തിയായി, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിനും മാവേലിക്കര താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും കന്നിമാസത്തിലെ ആയില്യത്തിന്റെ അന്ന് സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും ഇതോടൊപ്പം ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച നിർമാല്യ ദർശനം, അഭിഷേകം, ഉച്ചപൂജ, തെങ്ങമം ഗോപാലകൃഷ്ണന്റെ ഓട്ടംതുള്ളൽ, പഞ്ചവാദ്യം, ദീപാരാധന, സേവ, കേലി, മേജർ സെറ്റ്, കഥകളി എന്നിവ നടക്കും. ആയില്യ ദിവസം വ്യാഴാഴ്ച വെളുപ്പിന് 3 മണിക്ക് നിർമാല്യ ദർശനമുണ്ടാകും. തുടർന്ന് അഭിഷേകം, ഉഷപൂജ, ഉച്ചപൂജ, അഷ്ടപതി എന്നിവയുണ്ടാകും. 9 മണി മുതൽ നാദസ്വര കച്ചേരി നടക്കും. 11 മണി മുതൽ സോപാന സംഗീതാർച്ചന, തുടർന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് പ്രസിദ്ധമായ എഴുന്നള്ളത്ത്, വൈകിട്ട് 6:30 മുതൽ അത്താഴപൂജ, 7 മണി മുതൽ സർപ്പബലി എന്നിവ നടക്കും. ഉത്സവത്തിന്റെ 29ാം ദിവസം രാവിലെ 6 മണിക്ക് നിർമാല്യ ദർശനം, ശുദ്ധിക്രിയകൾ, അഭിഷേകം, ഉഷപൂജ, ഉച്ചപൂജ എന്നിവയും നടക്കും. ആയില്യ ഉത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് ക്ഷേത്ര കാര്യദർശികൾ അറിയിച്ചു. ആയില്യത്തോട് അനുബന്ധിച്ച് ഭക്തജനങ്ങൾക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.